അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം യൂണിറ്റിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. തഹദിയാത്തുൽ ലുഅത്തിൽ അമാമൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ മുന്നിലുള്ള വെല്ലുവിളികൾ. അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, അറബി ഭാഷ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ്റെ മാനുഷിക സാംസ്കാരിക വളർച്ചയിൽ എത്രത്തോളം, അതിൻ്റെ നാഗരികതയുടെ വളർച്ചയിലൊക്കെ എത്രത്തോളം അറബി സ്വാധീനം ചെലുത്തി എന്ന് പറഞ്ഞു. കാരണം അബ്ബാസി ഭരണകാലത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഭാഷകളിലേക്ക്, സംസ്കൃതം, അതുപോലെ തന്നെ റോമൻ ഭാഷ, ഗ്രീക്ക് ഭാഷ, ലാറ്റിൻ ഭാഷ, ബഹ്ലവിയ, ഈ ഭാഷകളിൽ നിന്നൊക്കെ അറബിയിലേക്ക് ഒരുപാട് ട്രാൻസ്ലേഷൻ നടന്നതോടുകൂടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫന്നുകൾ, ആർട്ട്, അതുപോലെ തന്നെ ഒരുപാട് വിജ്ഞാന ശാഖകൾ, ഇതൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ അറബി ഭാഷ ഒരു വളരെയധികം സമ്പന്നമായ ഭാഷയായി മാറി. ഈ സമ്പന്നത ഇതിന് കരസ്ഥമാവാനുള്ള കാരണം ഈ അറബി ഭാഷയിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രൂപമാണ്. കാരണം എല്ലാ അർത്ഥത്തെയും സൂചിപ്പിക്കാനുള്ള വാക്കുകൾ ഈ അറബി ഭാഷയിലുണ്ട്. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ഇഷ്തിഖാഖിലൂടെയും നഹ്തിലൂടെയുമാണ്. ഇഷ്തിഖാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ നിന്ന് ഒരു ലഫ്ദിൽ നിന്ന് മറ്റൊരു ലഫ്ദ് പിടിച്ചെടുക്കുക. അതുപോലെ തന്നെ നഹ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പദത്തെ ചെറുതാക്കി അതിൻ്റെ ഷോർട്ടായിട്ടുള്ള ഫോം ഉപയോഗിക്കാം. അതൊക്കെയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫ്രഞ്ച് ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള റീജി ബിലാൽഷീർ പറയുന്നുണ്ട്, ഈ അറബിയുടെ പ്രത്യേകതയിൽ വെച്ച് ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് അറബിയിൽ മറ്റ് സെക്കൻഡറി ആയിട്ടുള്ള മീനിങ്സ്, ഒരു വാക്കിന് സെക്കൻഡറി ആയിട്ടുള്ള മീനിങ്സ് ഉണ്ടാവും. അത് കാരണത്താൽ തന്നെ ഈ പാശ്ചാത്യ നാടുകളിലുള്ള ജനങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത, പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ അറബി ഭാഷ കൊണ്ട് അറബി സംസാരിക്കുന്നവർക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഓറിയന്റലിസ്റ്റ് അൽഫ്രീദ് ജിയും പറയുന്നുണ്ട്, അറബിയുടെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ അറബി ഭാഷ പണ്ട് കാലത്തുണ്ടായിരുന്ന വിജ്ഞാന ശാഖകളിലുള്ള ടേംസുകൾ, ആ ടേംസുകളെയൊക്കെ അതിൻ്റെ ഇസ്തിലാഹാത്തുകൾ, അതിനെയൊക്കെ അറബി ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും. അഥവാ ഈ ടേംസിനൊക്കെ സമാനമായിട്ടുള്ള വാക്കുകൾ അറബി ഭാഷയിലും ഉണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രിയൻ ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ജോസ്താഫ് ജുറോംബോം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്നത്, അറബി ഭാഷ ഈ ഭാഷകളെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞതനുസരിച്ച് അറബിയോട് സാദൃശ്യമാവുന്ന, അത് അറബിയോട് കിടവെക്കുന്ന ഒരു ഭാഷയും അയാൾക്ക് കാണാൻ കഴിയുകയില്ല. കാരണം ഈ അറബിയുടെ അതിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഭംഗി, അതിൻ്റെ സമ്പന്നതയിലേക്ക് നോക്കുമ്പോൾ, കാരണം അറബിയിൽ എന്തുണ്ട്, ഒരുപാട് മുത്തറാദിഫുകളുണ്ട്, പര്യായ പദങ്ങൾ, സിനോണിംസ് ഉണ്ട്. ഒരു അർത്ഥത്തിൽ തന്നെ ഒരുപാട് പല പദങ്ങളും ഉപയോഗിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ സമ്പന്നത. ആ സമ്പന്നതയിലേക്ക് അതിൻ്റെ ആ ഒരു ശബ്ദ ഭംഗി കൂടെ ചേർക്കുമ്പോൾ അത് വളരെയധികം ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ഒത്തു നിൽക്കുന്ന മറ്റൊരു ഭാഷയും ഒരാൾക്കും കണ്ടെത്താൻ കഴിയുകയില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അറബി ഭാഷയുടെ പാസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തുള്ള അറബി അത്രയേറെ നല്ല ഒരു രീതിയിലല്ല ഉള്ളത്. മറിച്ച് ആ ഒരു മോശമായിട്ടുള്ള അറബിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഷായറുന്നൈൽ എന്നറിയപ്പെടുന്ന ഹാഫിദ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ലിസാൻ ഹാലിൽ ലുഗത്തിൽ അറബിയ എന്ന് പറയുന്ന കവിതയിലൂടെ പറയുന്നുണ്ട്. ഈ കവിതയിൽ അറബി ഭാഷ തന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. എല്ലാവരും അറബി ഭാഷ ഒഴിവാക്കിയ സമയത്ത് അറബി ഭാഷ തന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ നഫ്സിലേക്ക് മടങ്ങി. അറബി ഭാഷ പറയുകയാണ്, ഞാൻ എൻ്റെ നഫ്സിലേക്ക്, റജാഅ്തു നഫ്സി, ഞാൻ എൻ്റെ സ്വയത്തിലേക്ക് മടങ്ങി, സ്വന്തത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ ബുദ്ധിയെ ആരോപിച്ചു, എൻ്റെ ബുദ്ധി ഇല്ലാതായിപ്പോഴോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വലാദീത്ത് കോമി, എൻ്റെ ജനങ്ങളെ, ജനങ്ങളെന്താണ് ഞാൻ വിളിച്ചു, എൻ്റെ ആളുകളെ ഞാൻ വിളിച്ചു, അവരോട് സഹായം ചോദിച്ചു. ഞാൻ വസ്തഹ്തു ലി ഹയാത്തി, എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ചു, അഥവാ എൻ്റെ ജീവിതം ഈ അറബി ഭാഷകൾക്ക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദീനിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. അവരെല്ലാവരും, ഞാൻ യുവത്വത്തിലായിരിക്കെ ഞാൻ മച്ചിയ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആദ്യമേ മച്ചിയായിരുന്നെങ്കിൽ ഞാൻ ഈ ശത്രുക്കളുടെ സംസാരത്തിൽ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. മൂന്നാമത്തെ ലൈനിൽ പറയുന്നത്, ഞാൻ ഒരുപാട് കുട്ടികളെ പ്രസവിച്ചു, പക്ഷേ ഞാൻ എൻ്റെ പെൺകുട്ടികൾക്ക് യോജിച്ചതായിട്ടുള്ള, അവർക്ക് കിടയൊക്കുന്ന പുരുഷന്മാരെ എത്തിക്കുന്നില്ല. അത് കാരണത്താൽ അതത്തു ബനാത്തി, ഞാൻ എൻ്റെ പെൺമക്കളെ കുഴിച്ചു മൂടുകയുണ്ടായി. അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരുപാട് ടേംസും കാര്യങ്ങളും ഒരുപാട് പദങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ മച്ചിയല്ല, മറിച്ച് പക്ഷേ അവർക്ക് യോജിക്കുന്നതായിട്ടുള്ള മണവാളന്മാർ, അവർക്ക് യോജിക്കുന്നതായിട്ടുള്ള ഇണകളെ കിട്ടുന്നില്ല. കാരണം എല്ലാവരും, ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയിലേക്ക്, അതേപോലെ തന്നെ മറ്റു ഭാഷയിലേക്കൊക്കെ പോയ സമയത്ത് ഈ അറബി ഭാഷ ഉപയോഗിക്കാൻ ആരും ഇല്ലാതെയായി. അങ്ങനെ അത് സ്വയം അതിനൊരുപാട് ഉണ്ടായിട്ടും ആരും പരിഗണിക്കാതെയായി. ആ ഒരു രീതിയിലാണ് പറയുന്നത്. നാലാമത്തത് പറയുന്നത്, അള്ളാഹുവിന്റെ കിതാബിന് ഞാൻ വിശാലമായിട്ടുണ്ട്, അതിന്റെ ലഫ്ദിനാലും അതിന്റെ ലക്ഷ്യത്താലും. അപ്പോൾ ആ കിതാബ് ഖുർആൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ലഫ്ദുകൾ വെച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഈ അറബി ഭാഷ കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ അതിലുള്ള ഖുർആനിലുള്ള ഒരു ആയത്തിനും ഇടുക്കമായിട്ടില്ല. അതുപോലെ തന്നെ ഖുർആനിലുള്ള ഒരു ഉപദേശത്തിനും ഞാൻ ഇടുക്കമായിട്ടില്ല. അഥവാ ഖുർആനിലുള്ള ഒരു ഉപദേശം ഒരായത്തോ എന്നെക്കൊണ്ട് അറബി ഭാഷയെ കൊണ്ട് ഒരാൾക്ക് അറബി ഭാഷ കൊണ്ട് വിട്ടുകടത്താൻ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതിരുന്നിട്ടില്ല. അപ്പോൾ ആ വലിയ ഖുർആൻ വരെ, ഏറ്റവും മഹത്തായിട്ടുള്ള ഖുർആൻ വരെ വിട്ടുകടത്താൻ, അതിനെന്താണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അറബി ഭാഷയ്ക്ക് കഴിയുമെങ്കിൽ ഇന്നുള്ള മറ്റു ടേംസും അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഉപകരണങ്ങൾ, അതേപോലെ തന്നെ വസ്തുക്കൾ, മെഷീനുകൾ, അതിനെല്ലാം അറബി ഭാഷ കൊണ്ട് അതിനെയെല്ലാം പറയാനും, അതുപോലെ തന്നെ അറബി ഭാഷയിൽ അതിനുള്ള എല്ലാ ലഫ്ദുകളും ഉണ്ട് എന്ന രീതിയിലാണ് അറബി ഭാഷ പറയുന്നത്. പക്ഷേ ആരും എന്ത് ചെയ്യുന്നില്ല, അറബി ഭാഷയെ പരിഗണിക്കുന്നില്ല, അതൊന്നും ഉപയോഗിക്കുന്നില്ല. 5-ാമത്തെ വരിയിൽ പറയുന്നത് ഇന്നുള്ള പുതിയ ഉപകരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യന് കണ്ടെത്തുന്ന പുതിയ ഡിസ്കവറീസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ആ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് എങ്ങനെയാണ് കഴിയാതിരിക്കുക? ഇത്രയും വലിയ മഹാത്മ്യമുള്ള ഖുർആൻ വരെ ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇന്നുള്ള പുതിയ ഉപകരണങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയൊക്കെ എനിക്കെങ്ങനെയാണ് പറയാതിരിക്കാൻ കഴിയുക? അതുപോലെ തന്നെ അവസാന വഴിയിൽ പറയുന്നത് ഞാൻ ഒരു കടലാണ്, അറബി ഭാഷ പറയാണ്, ഞാനൊരു കടലാണ്. എൻ്റെ ആഴങ്ങളിൽ എന്തുണ്ട്? ആ കടലിൻ്റെ ആഴങ്ങളിൽ ഒരുപാട് മറഞ്ഞിരിക്കുന്ന മുത്തുകളുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ മുങ്ങുന്ന ആളുകളുണ്ടല്ലോ, മുങ്ങിത്തപ്പുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ചോദിക്കുക, എൻ്റെ ചിപ്പികളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. അഥവാ ഞാനെന്താണ്, ഒരുപാട് ടേംസും അതേപോലെ തന്നെ ഒരുപാട് പദസമ്പത്തൊക്കെ ഉള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ അറബി ഭാഷയിൽ നന്നായിട്ട് അറിയുന്ന, അറബി ഭാഷയിൽ നന്നായിട്ട് പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളുകളോട് ചോദിക്കുക. അപ്പോൾ ഈ കവിതയിലൂടെ അദ്ദേഹം പറയുന്നത് ആ ഒരു രീതിയിലുള്ള ആശയമാണ്. അറബി ഭാഷയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതിനൊരുപാട് സമ്പത്തുണ്ട്, പക്ഷെ അതിനെന്ത് ചെയ്യുന്നില്ല, ആളുകൾ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അറബി ഭാഷ എന്താണ്, സ്വന്തത്തോട് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു കവിതയാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പറയുന്നു, ഈ ഏതൊരു ഭാഷയാണെങ്കിലും ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ വിജയത്തിന്റെ ഒരു പ്രതിരൂപമാണ് ആ ഒരു ഭാഷ. അഥവാ അവരുടെ ചിന്തകളും അതുപോലെ തന്നെ അവരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാഷയുടെയും ശക്തി ഉയർത്തുന്നത്. അപ്പോൾ അവർ പരാജയപ്പെട്ടാലോ ഈ ഭാഷയും പരാജയപ്പെടും. അതിൻ്റെ പങ്ക് ജീവിതത്തിൽ അതിൻ്റെ ആ ഒരു ഭാഷയുടെ മഹാത്മ്യം കുറയും, അതിൻ്റെ പങ്ക് കുറയും. അതുകൊണ്ട് ഒരു ഭാഷ വിപുലമാവണം, അത് നന്നാവണം എന്നുണ്ടെങ്കിൽ അത് സംസാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ മെച്ചപ്പെടണം. അതുപോലെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഇന്ന അഹമ്മദ് തഹദ്ദിയാത്തി, അറബി ഭാഷ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷന് ശേഷം, ആ ഒരു ആഗോളവൽക്കരണത്തിന് ശേഷം ഇംഗ്ലീഷ് ഭാഷയുമായിട്ടുള്ള അറബി ഭാഷയുടെ ശക്തമായ പോരാട്ടമാണ്. ഈ ലേബർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വളരെ അധികം കുതിച്ചുയരുന്ന ടെക്നോളജിയുടെ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷനിൽ ആവശ്യമുണ്ടാകുന്ന ടേംസ്, ആ കാര്യങ്ങൾക്കൊക്കെ, അപ്പോൾ ഈ ഗ്ലോബലൈസേഷന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവിടെ ആവശ്യമുള്ള വാക്കുകൾ അറബി ഭാഷയിൽ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ അറബി ഭാഷ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ കൂടുതലായിട്ടും ലഹജാത്ത് അഥവാ നാടൻ ഭാഷകൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ സീരീസിലാണെങ്കിലും അറബി സിനിമകളിലാണെങ്കിലും ഒക്കെ ഒരു നാടൻ ഭാഷകളാണ്, സാഹിത്യ നല്ല അറബി അവർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ വലിയ വലിയ ഹയർ എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെ ഫ്രാൻസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയൊക്കെയാണ് വളരെ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ടെക്നോളജി അതുമായിട്ട് ബന്ധപ്പെട്ട പഠന വിഷയങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയൊക്കെയാണ് അറബി നാടുകളിൽ പോലും അത് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ആയിട്ടുള്ള കൂടുതൽ പ്രോഗ്രസ് ആയിട്ടുള്ള ഈ ഒരു യുഗത്തിൽ അതിനോട് കൂടെ അറബിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് വേണ്ട അൽഫാദുകൾ, ഈ ടേംസിനും അതുപോലെ തന്നെ പുതിയ മെഷീൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള അൽഫാദുകൾ, അതിനുള്ള പേരുകളൊന്നും അറബിയിൽ ലഭ്യമല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് അറബി നേരിടുന്ന വെല്ലുവിളി. അതുപോലെ ചില ആളുകൾ പറയുന്നു, ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ സയൻസും അതിൻ്റെ ഡെവലപ്മെൻറ്റിനോട് കൂടെ നടക്കാൻ അറബിക്ക് കഴിയാതെയായി, അതിനുള്ള കഴിവ് അറബിക്കില്ല എന്ന് ചില ആളുകളെ കുറ്റപ്പെടുത്താറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അത് അറബിയെ വൽക്കരിക്കുന്നത് കാരണത്താലാണ്. പണ്ട് അറബി പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജിയും ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇന്നും ആൾക്കാർ ഉപയോഗിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ UAE-യിലെ ഒരു എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനായിട്ടുള്ള ലീലാസ് ചാഹിയൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ അറബിക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികൾ, അതിൻ്റെ വെല്ലുവിളികൾ അത് സമുദായത്തിൽ, ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. കാരണം ഒരാളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ആ ഒരു മരം, ആ ഒരു രീതിയിലാണ് സമുദായമുള്ളത്. പിന്നീട് അവരുടെ മദ്രസയും, പിന്നീട് അവരുടെ അധ്യാപകന്മാരും, പിന്നീട് അവരുടെ കുടുംബവും, പിന്നീട് വിദ്യാർത്ഥിയുമാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു മരത്തിലുണ്ടാകുന്ന ഒരു ഇല പോലെയാണ്. അവർ ശക്തമായി കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ ഇല എന്താകും? പൊഴിഞ്ഞു പോകും. അപ്പോൾ ഉദ്ദേശിച്ചത് ഈ മനുഷ്യന്റെ കാര്യത്തിൽ അവൻ്റെ സമുദായം, അവൻ്റെ സമൂഹമാണ് ഏറ്റവും വലിയ ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഖേദമെന്ന് പറയട്ടെ, ഇന്നത്തെ സമൂഹം അറബി ഒരു സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ടാണ് ഇന്നത്തെ സമൂഹം നോക്കിക്കാണുന്നത്.
ഇന്നത്തെ കാലത്തുള്ള ലേബർ മാർക്കറ്റിങ്ങിനൊക്കെ ഇംഗ്ലീഷിനെയാണ് കൂടുതൽ ആവശ്യം. നമ്മളൊക്കെ ഈ ജോബിൻ്റെ പരസ്യങ്ങൾ, ജോലികളുടെ പരസ്യങ്ങളിലൊക്കെ നമ്മളവിടെ ഷർത്ത് വെക്കുക, നമ്മളവിടെ നിബന്ധന വെക്കാറുണ്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളായിരിക്കണം എന്ന്. പക്ഷേ അറബി അറിയുന്ന ആൾക്കാരായിരിക്കണം എന്ന് ഷർത്ത് വെക്കുന്നത്, എന്ന് നിബന്ധന വെക്കുന്നത് വളരെയധികം കുറവാണ്. അവസാന പാരഗ്രാഫിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് അറബി അതിൻ്റെ ഒരു പഠിപ്പിക്കുന്ന അറബി പഠന രീതിയെ അതിനൊരു കൂടുതൽ മോഡേൺ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടെക്നോളജിയിലും അതുപോലെ തന്നെ സയൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ മേഖലകളിലൊക്കെ അറബിയെ കൂടുതൽ ഉപയോഗിക്കാനും നമ്മുടെ ജീവിതത്തിൽ പബ്ലിക് ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആവട്ടെ ആ എല്ലാ സെക്ടറുകളിലും അറബിയെ കൂടുതൽ ഉപയോഗിക്കാൻ അറബി ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അറബിയിലുള്ള ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് ബഹസുകൾ, ഗവേഷണങ്ങളൊക്കെ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ അറബിയിൽ തയ്യാറാക്കാനും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ, ഇന്റർനെറ്റിനോട് കൂടെ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ആ അറബിയെ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്തുകൊണ്ട് അതിലുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഈ അറബി ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇന്ന് വഴികളിലും അതുപോലെ തന്നെ സിനിമയിലും അതുപോലെയുള്ള സീരീസുകളിലൊക്കെ അധികരിച്ചു വരുന്നിട്ടുള്ള നാടൻ പ്രയോഗങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അറബിയെ കൂടുതൽ സംരക്ഷിക്കണം. അതിൻ്റെ അക്രമങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അറബിയെ കൂടുതൽ ജീവസുറ്റിട്ട നല്ല ജീവനുള്ളൊരു ഭാഷയെ പോലെ അതിനെ ഉപയോഗിക്കാനും എല്ലാ അപ്ഡേറ്റുകൾക്കും എല്ലാ അപ്ഗ്രേഡായി വരുന്ന കാര്യങ്ങളോടും കൂടെ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ജീവനുള്ള ഒരു ഭാഷയായിട്ട് അറബിയെ മടക്കി കൊണ്ടുവരാനും അതുപോലെ ഈ പാശ്ചാത്യ അല്ലെങ്കിൽ ഷർക്കിയായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഭാഷ കൊണ്ട് അഹങ്കരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഷ കൊണ്ട് അവർ ഇസ്സത്തുള്ള അഭിമാനിക്കുന്നത് പോലെ അറബികളും അറബി കൊണ്ട് അഭിമാനിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ അവസാനം അതിൻ്റെ കുറച്ച് ആദ്യം ചലഞ്ചുകൾ പറഞ്ഞു, ആ ചലഞ്ചിൻ്റെ പരിഹാരങ്ങൾ കൂടെ പറഞ്ഞിട്ടാണ് ഈ ലേഖനം ഇവിടെ അവസാനിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അറബി പഠിപ്പിക്കുന്ന മാറ്റങ്ങൾ, അറബി പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെയൊക്കെ അറബി ഉപയോഗിക്കണം. കൂടുതൽ ഗവേഷണ പഠനങ്ങൾ അറബിയിൽ നടക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അറബിയിൽ കൊണ്ടുവരണം. അതേപോലെ തന്നെ അറബി സംസാരിക്കുന്ന ആളുകൾക്ക് അറബിയുടെ കാര്യത്തിൽ ഒരു അഭിമാനം ഉണ്ടാവണം. ആ രീതിയിലുള്ള ഇന്നത്തെ കാലത്ത് അറബി നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള പരിഹാരം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ നാം ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒരു സംഭാഷണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു സംഭാഷണ രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആൻസറോട് നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, അറബി ഭാഷ ഈ മനുഷ്യൻ്റെ നാഗരികയുടെ ഭാഷയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ഈ അബ്ബാസി കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ മൂവ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത്, ബൈത്തുൽ ഹിക്മ പോലെയുള്ള ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേഷനുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ നാഗരിക വളർച്ചയെ നല്ല രീതിയിൽ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അറബി ഭാഷ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. അറബി ഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള പ്രധാനം ഗ്ലോബലൈസേഷന് ശേഷം ഇംഗ്ലീഷുമായിട്ട് നല്ല രീതിയിൽ അറബി ഒരു മത്സരം പോലെയാണ്. അതുപോലെ തന്നെ ഈ ലേബർ മാർക്കറ്റിന് ആവശ്യമാകുന്നത്, അതുപോലെ ടെക്നോളജി, വളർന്നു വരുന്ന ടെക്നോളജി, അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറബിയിൽ ഇംഗ്ലീഷിലാണ്. ആ ഒരു കാര്യങ്ങളിലൊക്കെ ഈ ഇംഗ്ലീഷിനോട് അറബി മത്സരിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ അറബികൾ തന്നെ അറബിയെ കൂടുതൽ പരിഗണിക്കാതിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഈ അറബി സംസാരിക്കുന്നവർ തന്നെ നല്ല അറബി സംസാരിക്കാതെ അതിലുള്ള നാടൻ പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. ആ രീതിയിലുള്ളതാണ് ഇവിടെ കാണുന്ന അറബി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അതുപോലെ തന്നെ മൂന്നാമതായി ചോദിക്കുന്നത്, അറബി ഇന്ന് കാണുന്ന പുതിയ ടേംസിനെ കുറിച്ചൊക്കെ പറയാൻ അശക്തമായതാണോ? അല്ല, അതൊരിക്കലുമല്ല. കാരണം പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന പുതുതായിട്ട് വന്നിരുന്ന ടേംസിനൊക്കെ അറബിയിൽ പദം ഉണ്ടായിട്ടുമുണ്ട്. ഈ അറബി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമിനെ വിശദീകരിക്കുന്ന ഒരു ഭാഷയാണല്ലോ അറബി. അപ്പോൾ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ വിശദീകരിക്കാൻ എങ്ങനെയാണ് അറബി കഴിയാതിരിക്കുക? ആ ഒരു രീതിയിൽ നമുക്ക് അതിന് ആൻസർ എഴുതാൻ കഴിയും. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്രാഹിമിന്റെ ബൈത്തൊക്കെ വെച്ചാണ് നമുക്കിതിനെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിയും. അതൊരു നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, അറബി സംസാരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പിന്നോട്ടടിക്കുന്നതെന്ന് പറയാണ്. കൂടുതൽ അറബിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അതാണ് അറബിയെ അവർ കൂടുതൽ നല്ല രീതിയിൽ അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല, ആ ഭാഷയിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നോട്ടടിക്കും. കാരണം ഏതൊരു ഭാഷയും അതിൻ്റെ ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഒരു പ്രതിരൂപം പോലെയാണല്ലോ. അതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അതിനോട് സാമ്യമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് ഒരു ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ശക്തി പോലെയാണ് എന്ന് പറയുന്നത്? കാരണം ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ അവരുടെ ചിന്തകൾക്കൊക്കെ അനുസരിച്ചാണ് ആ ഭാഷയിലുള്ള ആശയവും കണ്ടന്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഭാഷ, ആ ഭാഷ നന്നാവുന്നതും ആ ഭാഷ മോശമാവുന്നതും അതിൻ്റെ ആളുകൾക്ക് അനുസരിച്ചാണ്.
പിന്നീട് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള എക്സസൈസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് ഒന്നാമത്തെ ലഖദ് ത്വലഅന അല അല ദൗരി എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തത് ബഅദ അൻ ബാശറൽ അറബു എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തത് വയസ്ഹലു അലൽ മർഇ അൻ യുദിരിക മുദസ്തിആബ് എന്നാണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തേൽ യുദിരിക എന്നുള്ളതാണ്. നാലാമത്തേൽ ഹാദ ഹുവ മാദി ലോത്തിൽ അറബിയ അമ്മ ഹാദിറുഹ ഫലൈസു മുഷ്രിക്കിൻ, അങ്ങനെയാണ് അവിടെ ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ ആറാമത്തത് ഇന്ന അഹമ്മദ് തഹദിയാത്തി അല്ലത്തി തുവാജിഹു അല്ലോത്തിൽ അറബിയത്തു എന്നാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് ജുംല ഉണ്ടാക്കാനുള്ളതാണ്. അതിൻ്റെ ആശയങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത്തല അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിവാവുക, മനസ്സിലാക്കുക. ഭാഷ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക. മുറുവനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറുവനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ താബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ തൊട്ട് പരാമർശിക്കുക. തറാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ടടിക്കുക, പരാജയപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അടുത്ത റീറൈറ്റ് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ടു അറബി, അറബി ടു ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇത്തല അല മനസ്സിലാക്കുക, ഭാഷറ ഡയറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ തമത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷിക്കുക, അത് സുഖം ഉല്ലസിക്കുക, ആ ഒരു അർത്ഥമാണ്. സഹുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാവുക. ഹമ്മഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനലൈസ് ചെയ്യുക, അരികുവൽക്കരിക്കുക. ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് സമാനമാവുക. അതുപോലെ തന്നെ തറാജി എന്ന് പറഞ്ഞാൽ പിന്നോട്ടടിക്കുക. അതേപോലെ തന്നെ തജ്മീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ആവുക എന്നുള്ള അർത്ഥമാണ്. തകല്ലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിങ്ക് എന്നാണ് അതിൻ്റെ മാന വരുന്നത്, ചുരുങ്ങുക, ആ ഒരു അർത്ഥമാണ് തകല്ലസ എന്നുള്ളതിനുള്ളത്. നാഷിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക. പിന്നെ ഇവിടെ കറക്റ്റ് ചെയ്യാനുള്ളതാണ്. അതിലൊന്നാമത്തത് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. കാരണം അവിടെ അറബി ഭാഷ എന്താണ്, വളരെ സമ്പന്നമായ ഒരു ഭാഷയല്ല എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ് ഉള്ളത്, അത് തെറ്റാണ്. അതുപോലെ തന്നെ മൂന്നാമത്തും തെറ്റാണ്. കാരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, അറബി ഭാഷ എല്ലാ ടേംസുകളൊക്കെ പറയാൻ കഴിയുന്നതല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അറബി ഭാഷയ്ക്ക് എല്ലാ ടേംസിനെയും എന്താണ് പറയാൻ കഴിയും. അതുപോലെ തന്നെ നാലാമത്തതിൽ കുഴപ്പമൊന്നുമില്ല, അഞ്ചാമത്തത് തെറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ ഇതുവരെ പഠിച്ചത് തന്നെയാണ്, ഒന്ന് നോക്കിയേക്കാം. ആദ്യത്തെ ഒന്നാമതായിട്ടുള്ള പറയുന്നത് അറബി എന്താണ്, കഴിഞ്ഞ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അതുപോലെ തന്നെ 450 മില്യൺ ആളുകൾ എന്താണ് ഇന്ന് ലോകത്ത് അറബി സംസാരിക്കുന്നുണ്ട്. ഇന്ന് സ്പോക്കൺ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനമാണ് അറബിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ അറബിയിൽ 28 ഹർഫുകളാണുള്ളത്. വലത്തേ ഭാഗത്തു നിന്നാണ് ഇദാറുള്ളത്, അത് ലോത്തുല്ലാദ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അറബിയുടെ പ്രത്യേകമായിട്ടുള്ളത് അതിലൊരുപാട് അൽഫാദുകളുണ്ട്. നല്ല ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഷയാണ്. അതേപോലെ തന്നെ അറബിയിൽ ഇഷ്തിഖാഖ്, നഹ്ത്, ഒരുപാട് സിനോണിംസ്, അത് നല്ല രസമുള്ള ഭാഷയാണ്. ആ അറബിയിൽ എന്താണ് എല്ലാവിധ ഫന്നുകളും എല്ലാ വൈജ്ഞാനിക മേഖലകളിലുള്ള അറിവുകളും എന്ത് ചെയ്യുന്നുണ്ട്, അറബിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമത്തതിൽ പറയുന്നത് അറബി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി പറയുന്നത് അറബി പഠിക്കലോടുകൂടെ നമുക്ക് അറേബ്യൻ സംസ്കാരങ്ങളെയും കൾച്ചറിനെയൊക്കെ എന്താണ് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് ഖുർആനെയും ഹദീസിനെയൊക്കെ നല്ല രീതിയിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അവസാനമായിട്ട് അറബി എന്ന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ നോക്കിയത് തന്നെയാണ്. പിന്നെ അവസാനം സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഇവിടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അർത്ഥം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അർത്ഥം കിട്ടാത്ത വാക്കുകളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ അവസാനമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ, അവസാനമുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ വായിച്ചതിലുള്ളത് തന്നെയാണ്. അത് സമയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.